ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ഹായ്, അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ്, വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കുടം വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇഞ്ചി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്താൽ മതി. ഇനി നമുക്കിത് ചതച്ചെടുക്കാം. ഇത് വളരെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നതിന് പകരം അരിഞ്ഞെടുത്താലും മതി. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുമാണിത്. ഞങ്ങളിവിടെ ഏകദേശം 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും കുറച്ചേശ്ശെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിക്ക് പകരം ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. ബട്ടർ നന്നായി മെൽറ്റാക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പുറത്തെടുക്കാം. ഇനി അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ബ്രെഡിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ നിറം മാറിയത് കണ്ടോ? ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട ഒരു മിക്സ് തയ്യാറാക്കാം. ഞങ്ങളിവിടെ 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂവപ്പൊടിക്ക് പകരം മൈദ എടുത്താലും മതി. ഈ പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം പാല് ചേർത്താലും മതി. ഇല്ലാതെ കലക്കിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ചിക്കൻ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ അലിയുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിന് പകരം ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. ഇവിടെ എൻ്റെ അനിയത്തി ഉള്ളത് കാരണമാണ് ഞങ്ങൾ പച്ചമുളക് ചേർക്കുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന കൂവപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി ഈ ചിക്കൻ ഈ മിക്സിൽ 10 മിനിറ്റോളം കിടന്ന് കുക്കാവട്ടെ. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തത് കാരണം ഞങ്ങളൊരു ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് എല്ലാത്തിനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ ബൈ.